പുറത്തുള്ള ശത്രുവിനേക്കാൾ വലിയ ചതി നമുക്ക് സമ്മാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വന്തം വീടിനുള്ളിൽ ഇരിക്കുന്നവരായിരിക്കും എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുറത്തുനിന്നൊരാൾ നിങ്ങളെ അപമാനിക്കാനോ വിമർശിക്കാനോ ശ്രമിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കും, നിങ്ങളുടെ ആത്മാഭിമാനത്തിനു വേണ്ടി പോരാടും. എന്നാൽ ഇതേ മുറിവ് സ്വന്തം വീടിനുള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലോ, വേദനിപ്പിക്കുന്നത് മറ്റാരുമല്ല സ്വന്തം ചോരയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളോ ആകുമ്പോൾ ആ മുറിവിന്റെ ആഴം വളരെ കൂടുതലായിരിക്കും. വീടിനുള്ളിലെ ശത്രു എപ്പോഴും നിങ്ങളുടെ വികാരങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് നിങ്ങളെ നന്നായി അറിയാം. നിങ്ങൾ അവരെ തടയില്ലെന്നും തിരിച്ചു പറയില്ലെന്നും അവർക്കുറപ്പുണ്ട്. കാരണം അവർ നിങ്ങളുടെ സ്വന്തമാണ്. ഒരു ബന്ധുവാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച മറ്റാരെങ്കിലുമാകാം. നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല. നീ എപ്പോഴും പരാജയപ്പെടാനാണ് ജനിച്ചത്. ഇത്തരത്തിലുള്ള വിഷം കലർന്ന വാക്കുകൾ ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്തരം വിഷലിപ്തമായ പെരുമാറ്റങ്ങളിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും ഇത്തരം ആളുകളെ ബുദ്ധിപൂർവ്വം എങ്ങനെ നേരിടാമെന്നും നമുക്ക് നോക്കാം. ഇതിലുപരി ഏതൊരു പ്രതിസന്ധിയിലും ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മനക്കരുത്ത് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന. ഈ വിഷയം നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഏത് നഗരത്തിൽ നിന്നാണ് ഇത് കാണുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. നിങ്ങളുടെ ഓരോ പ്രതികരണവുമാണ് ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റർമാർക്ക് കരുത്ത് പകരുന്നത്. പലപ്പോഴും ഏറ്റവും വലിയ തിരിച്ചടികൾ വരുന്നത് പുറത്തുനിന്നല്ല, നമ്മുടെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ്. പുറത്തുള്ള ശത്രുവിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്, അവരുടെ ലക്ഷ്യം വ്യക്തമായിരിക്കും. എന്നാൽ വീടിനുള്ളിലെ ശത്രു ഒളിഞ്ഞിരിക്കുന്നവനാണ്. അവർ നിങ്ങളുടെ കൂടെ ഇരുന്ന് ചിരിക്കും, നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരും, എന്നാൽ ഉള്ളിന്റെയുള്ളിൽ നിങ്ങൾക്ക് വിനയാകാൻ കാത്തിരിക്കും. വളരെ സാവധാനം അവർ നിങ്ങളുടെ മനോബലത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കാൻ ശ്രമിക്കും. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ആചാര്യ ചാണക്യൻ വ്യക്തമായ നയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശത്രു സ്വന്തം വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ അവിടെ യുദ്ധം ചെയ്യേണ്ടത് വാളുകൊണ്ടല്ല, മറിച്ച് ബുദ്ധിയും തന്ത്രവും ക്ഷമയും കൊണ്ടാണ്. സുഹൃത്തായോ ബന്ധുവായോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞോ ഇവർ നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങളുടെ ബലഹീനതകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവർക്കാണ്. കാരണം ആ രഹസ്യങ്ങൾ നിങ്ങൾ തന്നെയാണല്ലോ അവരുമായി പങ്കുവച്ചത്. ആ ബലഹീനതകളെ തന്നെ അവർ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കും. ഇതൊക്കെ നമ്മുടെ ആളുകളല്ലേ, ഇവർ എങ്ങനെ നമ്മുടെ മോശം ആഗ്രഹിക്കും എന്ന നിങ്ങളുടെ സന്മനസ്സിനെ അവർ ദൗർബല്യമായി കാണും. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് അവർ വിശ്വസിക്കും. എന്നാൽ ഓർക്കുക, വിവേകത്തോടെയും ക്ഷമയോടെയും പുലർത്തുന്ന നിശബ്ദതയിലാണ് യഥാർത്ഥ കരുത്ത് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിലൂടെ ചാണക്യൻ നിർദ്ദേശിച്ച 8 പ്രത്യേക നയങ്ങൾ നാം ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുകയാണ്. ഇത് കേവലം ബുദ്ധിമാനാകാനുള്ള വഴികളല്ല, മറിച്ച് ജീവിതത്തിലെ ഓരോ പോരാട്ടത്തിലും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. അതിൽ ആദ്യത്തെ നയം വികാരങ്ങളെ ദൃഢമാക്കുക എന്നതാണ്. സ്വന്തം വീട്ടിൽ നിന്നൊരാൾ ശത്രുവായി മാറുമ്പോൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയാണ്. നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെന്ന് ആ ശത്രുവിനറിയാം. നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ലെന്ന ഉറപ്പിൽ അവർ ആവർത്തിച്ച് ആക്ഷേപങ്ങൾ ചൊരിയും. നിങ്ങൾ ഒന്നുമല്ലെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കും. എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. ലോകം എന്തു പറഞ്ഞാലും ആ വിമർശനങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ കരുത്തിനെ കുറയ്ക്കാൻ അനുവദിക്കരുത്. ഓരോ ദിവസവും സ്വയം വിശ്വസിക്കുക, എനിക്ക് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ശക്തിയുണ്ട് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഒരാൾ നിങ്ങളുടെ കുറവുകളെ പരിഹസിക്കുമ്പോൾ ആ വാക്കുകൾ ഹൃദയത്തിലേക്കെടുക്കരുത്. അവർ ചെയ്യുന്നത് അവരുടെ സ്വന്തം പരാജയങ്ങളെ മറച്ചുപിടിക്കാനുള്ള ശ്രമമാണെന്ന് തിരിച്ചറിയുക. വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ അധ്വാനത്തെ കളിയാക്കിയാൽ അവരോട് വാദിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പഠനവും ജോലിയും സ്വപ്നങ്ങളും കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുക. നിങ്ങളുടെ ഈ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ പ്രതിരോധം. മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ദേഷ്യം നിങ്ങളെ ദുർബലപ്പെടുത്തും, എന്നാൽ ശാന്തത നിങ്ങൾക്ക് ഊർജം നൽകും. അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ശാന്തമായി ചിന്തിക്കുക. ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് അസൂയയായിരിക്കാം. സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കില്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമായി അത് മാറും. രണ്ടാമത്തെ നയം, ശത്രുവിന്റെ തന്ത്രങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടുക. ബഹളം വെച്ചല്ല, മറിച്ച് വിവേകത്തോടെയാണ് മറുപടി നൽകേണ്ടത്. പുറത്തുള്ള ശത്രുവിനെ നേരിടാൻ എളുപ്പമാണ്, പക്ഷേ കൂടെ താമസിച്ച് നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ തന്ത്രങ്ങൾ അത്യന്തം അപകടകരമാണ്. അവർ നിങ്ങളുടെ മുഖത്തു നോക്കി ഒന്നും പറയില്ലായിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ആളുകളെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായും ദേഷ്യം വരും. എന്നാൽ ഇവിടെയാണ് ചാണക്യന്റെ ചതുരനയം നാം പ്രയോഗിക്കേണ്ടത്. അമിതമായ സ്നേഹമോ അമിതമായ ദേഷ്യമോ കാണിക്കാതെ ഒരു കണ്ണാടി പോലെ അവരുടെ തനിനിറം അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുക. അവരുടെ ചതിപ്രയോഗങ്ങളെ നിശബ്ദമായി നിരീക്ഷിക്കുക. അവർ എവിടെയാണ് വല വിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ചാണക്യൻ പറയുന്നത് പോലെ വിഷമുള്ള പാമ്പിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഫണം വിടർത്തി നിൽക്കുന്നത് ശത്രുവിനെ ഭയപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളുടെ മൗനം അവർക്കൊരു മുന്നറിയിപ്പായിരിക്കണം.
അവർ ചെയ്യുന്ന ചതികൾ നിങ്ങൾ അറിയുന്നുണ്ടെന്ന് അവർക്ക് തോന്നിപ്പിക്കുക. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ അടുത്ത നീക്കം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കരുത്. ശത്രുവിനെ തോൽപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനേക്കാൾ വലിയ ബുദ്ധികൂർമ്മതയോടെ കരുക്കൾ നീക്കുക. നിങ്ങളുടെ വളർച്ചയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയെന്ന് തിരിച്ചറിഞ്ഞ് ആ വിജയത്തിലേക്ക് നിശബ്ദമായി നടന്നു നീങ്ങുക. ജീവിതത്തിൽ നമുക്ക് പഠിക്കാനാവുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയാമോ? ശത്രുവിന്റെ അതേ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർക്ക് തന്നെ മറുപടി നൽകുക എന്നത്. പക്ഷേ ഇതൊരിക്കലും നേരിട്ടുള്ള ഒരു കലഹമോ തർക്കമോ അല്ല, മറിച്ച് അവരുടെ വാക്കുകളെയും പ്രവൃത്തികളെയും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം മാറ്റിയെടുക്കുക എന്നതാണ്. ഇത് വെറുമൊരു വാഗ്വാദമല്ല, മറിച്ച് ചാണക്യനെപ്പോലെയുള്ളവർ പകർന്നു നൽകിയ കൃത്യമായൊരു യുദ്ധതന്ത്രമാണ്. ഉദാഹരണത്തിന്, സ്വന്തം വീട്ടിലുള്ളവർ തന്നെ നിങ്ങളെ ഒരു അഹങ്കാരിയായി മറ്റുള്ളവർക്ക് മുന്നിൽ ചിത്രീകരിക്കുന്നു എന്ന് കരുതുക. അവിടെ അവരോട് മറുത്തൊന്നും പറയാനോ സ്വയം ന്യായീകരിക്കാനോ നിൽക്കരുത്. പകരം നിങ്ങളുടെ പെരുമാറ്റത്തിൽ അങ്ങേയറ്റത്തെ വിനയവും സൗമ്യതയും മാത്രം പുലർത്തുക. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ആരെങ്കിലും പരിഹസിക്കുമ്പോൾ അവരോട് തർക്കിക്കാൻ മുതിരാതെ നിശബ്ദനായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് കഠിനാധ്വാനം ചെയ്യുക. നാളെ നിങ്ങളുടെ വിജയങ്ങൾ ലോകം കാണുമ്പോൾ അന്ന് നിങ്ങളെ പരിഹസിച്ചവരുടെ വാക്കുകൾ എത്രത്തോളം വിലകെട്ടതായിരുന്നു എന്ന് ആർക്കും പറഞ്ഞുകൊടുക്കാതെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടും. ബഹളം വെച്ചുകൊണ്ടല്ല, മറിച്ച് നിശബ്ദതയിലൂടെയും പ്രവൃത്തിയിലൂടെയും ശത്രുവിനെ നിഷ്പ്രഭനാക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. നിങ്ങളുടെ സ്വഭാവവും കർമ്മവുമാണ് ഈ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. നിങ്ങൾ സ്വാർത്ഥനാണെന്ന് ആരെങ്കിലും പഴിചാരുന്നുണ്ടോ എങ്കിൽ ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ നിസ്വാർത്ഥമായ സേവനത്തിലൂടെയും സഹായത്തിലൂടെയും അതിന് മറുപടി നൽകുക. നിങ്ങൾ ബലഹീനനാണെന്ന് അവർ വിധിയെഴുതുമ്പോൾ അവരുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള വിജയങ്ങൾ കഠിനാധ്വാനത്തിലൂടെ പിടിച്ചെടുക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതുണ്ട്. ചാണക്യൻ പറഞ്ഞതുപോലെ ദേഷ്യം എന്നത് മനുഷ്യബുദ്ധിയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ നിശബ്ദമായി നിരീക്ഷിക്കുക, അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് ആ വാക്കുകളെ തന്നെ അവരുടെ ബലഹീനതയാക്കി മാറ്റുക. നിങ്ങൾ അവരെ നേരിട്ട് എതിർക്കുന്നില്ല, പകരം അവരുടെ തന്നെ വാക്കുകളുടെ വലയിൽ അവരെ കുടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പരിശ്രമങ്ങളെ ആരെങ്കിലും പുച്ഛിച്ചു തള്ളുമ്പോൾ ഊർജം കളയാതെ നിങ്ങളുടെ വേഗത ഇരട്ടിയാക്കുക. നിങ്ങളുടെ വിജയം നാളെ വെളിച്ചം കാണുമ്പോൾ അന്ന് പരിഹസിച്ചവരുടെ നാവുകൾ താനേ അടങ്ങിക്കോളും. ഈ പോരാട്ടത്തിന് ഏറ്റവും വേണ്ടത് ക്ഷമയും വിവേകവുമാണ്. ഇത് മൈതാനത്ത് നടത്തുന്ന ചോര ചിന്തുന്ന യുദ്ധമല്ല, മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും നേട്ടങ്ങളിലൂടെയും ജയിച്ചു കാണിക്കേണ്ട മനോഹരമായ ഒരു പോരാട്ടമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ നിങ്ങൾക്കിവിടെ വിജയിക്കാം. ശത്രുവിന്റെ തന്നെ തന്ത്രങ്ങൾ അവർക്ക് വിനയാകുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ സ്വഭാവത്തെ കുറ്റപ്പെടുത്തുമ്പോഴോ ക്ഷമയോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വിജയം തന്നെയാകും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഇതോടൊപ്പം തന്നെ നാം ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ വളർച്ച ഒരിടത്തും നിന്നുപോകാതിരിക്കുക എന്നതാണ്. നമ്മൾ ജീവശ്വാസം പോലെ കരുതിയവർ പോലും നമ്മുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുമ്പോൾ അവരുടെ ഏക ലക്ഷ്യം നമ്മളെ തളർത്തുക എന്നത് മാത്രമാണ്. നിങ്ങൾ മുന്നേറുന്നത് കാണാൻ അവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. നിങ്ങളെ മാനസികമായി തകർത്ത് നിങ്ങൾ തന്നെ തോൽവി സമ്മതിക്കുന്ന ഒരവസ്ഥയിലെത്തിക്കാൻ അവർ ശ്രമിച്ചേക്കാം. ഇവിടെയാണ് ചാണക്യന്റെ മൂന്നാമത്തെ നീതി നാം തിരിച്ചറിയേണ്ടത്. എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും നിങ്ങളുടെ വളർച്ച തടയാൻ ഒരാളെയും അനുവദിക്കരുത്. ജീവിതത്തിൽ നിലച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ തോൽവി. സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും പരിഹാസങ്ങളുടെ അമ്പുകൾ വന്നു തറച്ചാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിഞ്ചു പോലും മാറരുത്. ഓരോ പുലരിയിലും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സ്വപ്നമാകണം നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് പഠനമോ ജോലിയോ ബിസിനസ്സോ എന്തുമാകട്ടെ, ഓരോ ദിവസവും അതിലേക്ക് ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കുക. നിന്നെക്കൊണ്ടിതിനൊന്നും കഴിയില്ല എന്ന് ആരെങ്കിലും ആവർത്തിച്ചു പറയുമ്പോൾ തർക്കിക്കരുത്. പകരം നിങ്ങളുടെ അധ്വാനം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. നിങ്ങളുടെ കരിയറിനെയോ തീരുമാനങ്ങളെയോ ആരെങ്കിലും പുച്ഛിക്കുകയാണെങ്കിൽ നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചു കൂടുതൽ അധ്വാനിക്കുക. ബിസിനസ് പരാജയപ്പെടുമെന്ന് പറയുന്നവർക്ക് മുന്നിൽ അത് വിജയകരമായി നടത്തി കാണിച്ചു കൊടുക്കുക. പുരോഗതി എന്നാൽ ഒറ്റ രാത്രി കൊണ്ടൊരു കൊട്ടാരം പണിയുക എന്നല്ല, മറിച്ച് ഓരോ ദിവസവും തളരാതെ മുന്നോട്ട് നീങ്ങുക എന്നതാണ്. ചിലപ്പോൾ ഫലം കാണാൻ സമയമെടുത്തേക്കാം, എങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കഠിനാധ്വാനവും നിങ്ങളുടെ ഉള്ളിൽ കരുത്തുറ്റ ഒരു അടിത്തറ പണിയുന്നുണ്ട്. നിശബ്ദമായി പടുത്തുയർത്തുന്ന സാമ്രാജ്യമാണ് ഏറ്റവും ശക്തിയുള്ളതെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ അപമാനങ്ങൾക്കും ആ നിമിഷം തന്നെ മറുപടി നൽകേണ്ടതില്ല. ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നവർ തന്നെ നാളെ നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കുന്ന ഒരു കാലം വരും. മറ്റൊരു കാര്യം, ഒരിക്കലും മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. വീട്ടിലുള്ളവർ തന്നെ നിങ്ങളെ മറ്റൊരാളേക്കാൾ താഴ്ന്നവനായി കാണിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ മത്സരം മറ്റുള്ളവരോടല്ല, നിങ്ങളോട് തന്നെയാണ്. ഇന്നലത്തേക്കാൾ മികച്ച ഒരാളായി മാറാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞോ എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ വളർച്ചയും അതിലെ സ്ഥിരതയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. വെറുതെ നിൽക്കുന്നവൻ തോൽക്കുന്നു, തളരാതെ നടന്നു നീങ്ങുന്നവൻ ചരിത്രം സൃഷ്ടിക്കുന്നു. അവസാനമായി, നിശബ്ദതയുടെ ആ വലിയ കരുത്ത് നാം തിരിച്ചറിയണം. വീട്ടിലുള്ളവർ തന്നെ ശത്രുക്കളായി മാറുമ്പോൾ
വാദപ്രതിവാദങ്ങളെക്കാൾ വലിയ ആയുധം മൗനമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്നത് ഒരു മികച്ച യുദ്ധതന്ത്രമാണ്. നിങ്ങൾ ദേഷ്യപ്പെടാനോ തളരാനോ ആണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അവരുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു എന്ന് അവർക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അവർ തങ്ങളെ തന്നെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്ന പരിഹാസങ്ങളും കുത്തുവാക്കുകളും ശ്രദ്ധിച്ചു കേൾക്കുക, പക്ഷേ ഒരിക്കലും പ്രതികരിക്കരുത്. നിങ്ങളുടെ ഈ മൗനം അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കും. നിങ്ങൾ ഭയന്നതുകൊണ്ടല്ല മിണ്ടാതിരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഊർജം അനാവശ്യ കാര്യങ്ങൾക്ക് കളയാതെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനാണ്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ നിശബ്ദമായി നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വിജയം അവരുടെ എല്ലാ പരിഹാസങ്ങളെയും അപ്രസക്തമാക്കും. നിശബ്ദത നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കാനും ശത്രുവിന്റെ നീക്കങ്ങളെ തണുത്ത മനസ്സോടെ വിശകലനം ചെയ്യാനും സമയം നൽകുന്നു. നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ ശത്രു താനെ തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും. നിങ്ങളെ ഒരാൾ തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ നിങ്ങളെ ബലഹീനനായി കാണുന്നു എന്നാണ്. എന്നാൽ സത്യത്തിൽ ആ ആക്രമണങ്ങൾക്കിടയിൽ അയാൾ അറിയാതെ തന്നെ സ്വന്തം ബലഹീനതകളും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അയാളുടെ വാക്കുകളെ പൂർണ്ണമായും അവഗണിക്കുക എന്നതാണ്. പക്ഷേ ആ വാക്കുകൾക്ക് പിന്നിലെ അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി തിരിച്ചറിയണം. അയാൾ നിങ്ങൾക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയോ നിങ്ങളുടെ കഠിനാധ്വാനത്തെ പുച്ഛിച്ചു തള്ളുകയോ ചെയ്തേക്കാം. അപ്പോഴൊന്നും മറുപടി നൽകാൻ വാക്കുകൾ തേടിപ്പോകരുത്. നിങ്ങളുടെ ആഴത്തിലുള്ള നിശബ്ദതയും ജീവിതത്തിലെ വിജയവുമായിരിക്കണം അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ ആയുധമെടുക്കാതെ തന്നെ യുദ്ധം ജയിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് മൗനം. അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാൽ പ്രകോപിതനാകാതെ ശാന്തമായൊരു പുഞ്ചിരിയോടെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ ദുർബലനല്ലെന്നും മറിച്ച് കരുത്തനാണെന്നും തെളിയിക്കാൻ കാലത്തിന് അതിൻ്റെതായ വഴികളുണ്ട്. അഞ്ചാമത്തെ നീതി എന്നത് വിജയത്തിലേക്കെത്താൻ ശാന്തതയോടെ സമയത്തിനായി കാത്തിരിക്കുക എന്നതാണ്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഏത് വ്യക്തിയും എന്നെങ്കിലും ഒരിക്കൽ ഒരു പിഴവ് വരുത്തും. ആ അബദ്ധത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ബുദ്ധിമാനായ ഒരു പോരാളിയുടെ തന്ത്രം. ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ തിരിച്ചടിക്കണമെന്ന് തോന്നുന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ ബുദ്ധിശാലികൾ മറുപടി നൽകാൻ സമയത്തെ കൂട്ടുപിടിക്കുന്നു. എതിരാളിയുടെ ഓരോ ചലനവും സസൂക്ഷ്മം നിരീക്ഷിക്കുക, എന്നാൽ ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക. ഒരു ദിവസം അയാൾ തന്നെ തന്റെ മുഖംമൂടി അഴിച്ചു വീഴ്ത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യും. അന്ന് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വാക്കുകൾ ആവശ്യമായി വരില്ല. അയാളുടെ തെറ്റുകൾ തന്നെ അയാൾക്കെതിരെയുള്ള ആയുധമായി മാറും. ക്ഷമയെന്നാൽ നിങ്ങൾ ദുർബലനാണെന്നല്ല അർത്ഥം, മറിച്ച് ജീവിതത്തെ നിങ്ങൾ അങ്ങേയറ്റം വിവേകത്തോടെയാണ് കാണുന്നത് എന്നാണ്. ഓരോ പരിഹാസത്തിലും തളരാതെ നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കുക. അയാളുടെ യഥാർത്ഥ സ്വഭാവം ലോകം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കപ്പെടും. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും സത്യസന്ധമാണെങ്കിൽ കള്ളം പറയുന്നവൻ ഒടുവിൽ സ്വന്തം വൈരുദ്ധ്യങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോകും. ആഴത്തിൽ ചിന്തിക്കാനും ക്ഷമയോടെ കാത്തിരിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ആറാമത്തെ നീതി സമാധാനപരമായ അകലം പാലിക്കലാണ്. വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്നതെങ്കിൽ പ്രതികരിക്കാനാണ് നമ്മൾ ആദ്യം ആഗ്രഹിക്കുക. എന്നാൽ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ഒരാളെ പൂർണ്ണമായും അവഗണിക്കുമ്പോഴാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നിങ്ങളുടെ മൗനം അയാളുടെ തന്ത്രങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. വഴക്കിനോ ബഹളത്തിനോ നിൽക്കാതെ മാന്യമായി അവരിൽ നിന്നും അകലം പാലിക്കാൻ ശീലിക്കുക. ഇത് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു കലയാണ്. നിങ്ങളുടെ കുറവുകളെ മാത്രം ചർച്ച ചെയ്യുന്നവരിൽ നിന്നും നിങ്ങളുടെ വിജയങ്ങളെ പുച്ഛിക്കുന്നവരിൽ നിന്നും പതിയെ പിന്മാറുക. അവരോടുള്ള സംസാരവും സമ്പർക്കവും ഏറ്റവും അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുക. നിങ്ങളെ തകർക്കാൻ സാധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അയാളുടെ അഹങ്കാരം താനേ ഇല്ലാതാകും. അകലം പാലിക്കുക എന്നതിനർത്ഥം ബന്ധം ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനം കാത്തുസൂക്ഷിക്കുക എന്നാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും നേട്ടങ്ങളും അങ്ങനെയുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ എത്ര കുറച്ച് അറിയുന്നുവോ അത്രയും കുറച്ചു മാത്രമേ അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയൂ. നിങ്ങളുടെ സന്തോഷവും ശാന്തതയുമാണ് ശത്രുവിനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ആ ഊർജം തർക്കിക്കാൻ കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി വിനിയോഗിക്കുക. ഏഴാമത്തെ നീതി നിങ്ങളുടെ ഭാഗത്ത് പിന്തുണ ഉറപ്പിക്കുക എന്നതാണ്. വീട്ടിൽ ഒരാൾ നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അയാൾക്കൊപ്പം ഉണ്ടാകണമെന്നില്ല. പലരും നിശബ്ദരായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാകും. അത്തരക്കാരെ ബഹളം വെച്ചോ നിർബന്ധിച്ചോ നിങ്ങളുടെ പക്ഷത്ത് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങളുടെ സ്വഭാവവും സത്യസന്ധതയും കഠിനാധ്വാനവും കണ്ടാണ് അവർ നിങ്ങളെ വിശ്വസിക്കേണ്ടത്. മറ്റുള്ളവർക്ക് മുന്നിൽ വിശദീകരണം നൽകുന്നതിനു പകരം നിങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ നന്മയും വിനയവും കാണുമ്പോൾ തങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കേണ്ടതെന്ന് ജനങ്ങൾ സ്വയം തീരുമാനിച്ചുകൊള്ളും. ചാണക്യന്റെ ഈ തത്വം വളരെ ആഴമേറിയതാണ്. സത്യത്തിന്റെ വഴിയിൽ നടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. ഇന്ന് നിശബ്ദരായിരിക്കുന്നവർ നാളെ നിങ്ങൾക്കായി സംസാരിക്കും. അതുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കാതെ നിങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ഇടം നേടുക. എട്ടാമത്തെ നീതി എന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ചിന്തകളിൽ നിന്ന് പോലും മായ്ച്ചു കളയുക എന്നതാണ്. ചില ബന്ധങ്ങൾ രക്തബന്ധമായിരിക്കാം, പക്ഷേ ഹൃദയം കൊണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകില്ല. ആരെങ്കിലും നിരന്തരം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുകയും
ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരോട് വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഇവിടെ വേണ്ടത് അന്ധമായ ക്ഷമയല്ല, മറിച്ച് അങ്ങനെയുള്ളവരിൽ നിന്നുള്ള മോചനമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്തവർക്കുള്ള ഏറ്റവും വലിയ മറുപടി അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാനസികമായി പുറത്താക്കുക എന്നതാണ്. മൗനം കൊണ്ടും വ്യക്തമായ നിലപാടുകൾ കൊണ്ടും അവരെ ഒരരികിലേക്ക് മാറ്റുക. നിങ്ങളുടെ വളർച്ചയും സമാധാനവുമാണ് നിങ്ങൾക്കായി സംസാരിക്കേണ്ടത്. ചാണക്യതന്ത്രങ്ങളിൽ വളരെ പ്രസക്തമായൊരു സത്യമുണ്ട്. നമ്മുടെ സമാധാനം കെടുത്തുന്ന ചില ശത്രുക്കൾക്ക് മറുപടി നൽകേണ്ട കാര്യമില്ല. പകരം അവരെ നമ്മുടെ ചിന്തകളിൽ നിന്ന് പാടെ വെട്ടിമാറ്റുക എന്നതാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോ നേട്ടത്തെയും പുച്ഛിച്ചു തള്ളുന്ന, നിങ്ങളുടെ വിജയങ്ങളെ നിസ്സാരമായി കാണുന്ന ഒരു ബന്ധുവിനെക്കുറിച്ച്. അങ്ങനെയുള്ള ഒരാളെ മാറ്റിയെടുക്കാം എന്ന് കരുതുന്നതിലല്ല കാര്യം, മറിച്ച് ഈ വിഷം ഉള്ളിൽ പേറി നിങ്ങൾ എത്രകാലം സ്വയം നീറിക്കഴിയും എന്നതിലാണ്. ഒരാളുടെ സാമീപ്യം പോലും നിങ്ങൾക്ക് വേദനയാണ് നൽകുന്നതെങ്കിൽ യാതൊരു പരാതിയോ വിശദീകരണമോ നൽകാതെ അവിടെ നിന്ന് നിശബ്ദമായി പിൻവാങ്ങുക. ആ അകലം വെറും ശാരീരികമാകരുത്. നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് തന്നെ അയാളെ എന്നേക്കുമായി പടിയിറക്കണം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ഉള്ളുരുകുന്നതും ക്ഷമിക്കുന്നു എന്ന വ്യാജേന എല്ലാം സഹിച്ചു നിൽക്കുന്നതും കരുത്തല്ല, മറിച്ച് നിങ്ങളെ തന്നെ തളർത്തുന്ന രീതിയാണ്. തീർച്ചയായും മാപ്പ് നൽകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അത് തെറ്റ് ചെയ്തയാൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുമ്പോൾ മാത്രമാകണം. എന്നാൽ ചെയ്ത തെറ്റിൽ കുറ്റബോധം തോന്നുന്നതിനു പകരം അയാൾ വീണ്ടും വീണ്ടും നിങ്ങളെ മുറിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ വേണ്ടത് ക്ഷമയല്ല, മറിച്ച് അയാളെ മറന്നുകളയുക എന്നതാണ്. നിങ്ങളുടെ ജീവിതം അത്രമേൽ മൂല്യമുള്ളതാക്കി മാറ്റുക. അയാളുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ നിങ്ങളെ ബാധിക്കാത്ത ഒരു തലത്തിലേക്ക് നിങ്ങൾ സ്വയം വളരുക. സ്വന്തം അധ്വാനത്തിലൂടെയും ലക്ഷ്യബോധത്തോടെയുള്ള മുന്നേറ്റത്തിലൂടെയും നിങ്ങൾ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ നിങ്ങളെ താഴേക്ക് വലിക്കാൻ നോക്കിയവർ തനിയെ പിന്നിലാക്കപ്പെടും. ശത്രുവിനെ വീഴ്ത്താൻ വേണ്ടത് വാളല്ല, മറിച്ച് അവഗണനയാണെന്നാണ് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ തടയാൻ ആഗ്രഹിച്ചവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത വിധം അത്രമേൽ കരുത്തനാവുക. ഇതൊരു വാശിയല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക സമാധാനത്തിനു വേണ്ടിയുള്ള വിജയമാണ്. അവരൊക്കെ നമ്മുടെ ആളുകളല്ലേ, ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചിലർ ഉപദേശിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക. ദിവസവും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളെ മാനസികമായി തകർക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിങ്ങളുടേതാകുന്നത്? ബന്ധം എന്നത് വെറും രക്തബന്ധം മാത്രമല്ല, അത് പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കൂടി അടയാളമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നവരും കൂടെ നിൽക്കുന്നവരുമാണ് യഥാർത്ഥ ബന്ധുക്കൾ. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്നവർ എത്ര വലിയ അടുത്ത ബന്ധുവായാലും അവർ നിങ്ങളുടേതല്ല. സ്വന്തം വീടിനുള്ളിലെ ശത്രു എന്നത് പുറമേ കാണാത്ത, അകമേ കാർന്നു തിന്നുന്ന ഒരു രോഗം പോലെയാണ്. അതിനുള്ള ഏക മരുന്ന് അവരിൽ നിന്ന് മാനസികമായി അകലം പാലിക്കുക എന്നത് മാത്രമാണ്. അവരോട് തർക്കിക്കാനോ വഴക്കിടാനോ നിൽക്കരുത്. പകരം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്ര ഉയരത്തിലേക്ക് നിങ്ങൾ വളരുക. നിങ്ങളുടെ നിലനിൽപ്പിനെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് എല്ലാറ്റിന്റെയും രത്നചുരുക്കം. നിങ്ങളെ ദുർബലൻ എന്ന് മുദ്രകുത്തിയവർ നിഷ്പ്രഭരാകുന്ന രീതിയിൽ നിങ്ങളുടെ അധ്വാനത്തെയും ആത്മവിശ്വാസത്തെയും വളർത്തിയെടുക്കുക. നിങ്ങളുടെ മൗനമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഓരോ പ്രഭാതത്തിലും സ്വയം പറഞ്ഞുറപ്പിക്കുക, എന്റെ സ്വപ്നങ്ങളെ സത്യമാക്കാൻ എനിക്ക് സാധിക്കും. എന്നെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ഏക മറുപടി എന്റെ ഉജ്ജ്വലമായ വിജയമായിരിക്കും. വീടിനുള്ളിൽ നിന്നു തന്നെ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ പതറാതെ ബുദ്ധിപൂർവം അതിനെ നേരിടുക. ചാണക്യന്റെ ഈ പാഠങ്ങൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് കരുത്തനാക്കും. സമാധാനം കൈവിടാതെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വലിയ വിജയത്തിനായി തയ്യാറെടുക്കുക. ഇന്ന് നിങ്ങളെ എതിർക്കുന്നവർ നാളെ നിങ്ങളുടെ വിജയത്തിന് മുന്നിൽ കൈയടിക്കാൻ നിർബന്ധിതരാകും. വീടിനുള്ളിലെ ഈ പോരാട്ടത്തിൽ വിജയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുക. ഓർക്കുക, വീടിനുള്ളിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന കൃത്യമായ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്.